സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭിന്നശേഷി ക്ഷേമവിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ഭിന്നശേഷി അസോസിയേഷൻ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നീ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ബഡ്ജറ്റുകളിൽ ഭിന്നശേഷിക്കാരായവർക്ക് അനുവദിക്കുന്ന ക്ഷേമവിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ഭിന്നശേഷി അസോസിയേഷൻ എറിയാട് കമ്മിറ്റിയുടെ രൂപീകരണ സമ്മേളന പ്രമേയത്തിലൂടെ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ക്ഷേമനിധികളുടെ ചെലവിടൽ തികച്ചും സുതാര്യമായി ഗ്രാമസഭകളിലും വാർഡ് സഭകളിലും വിശദീകരിക്കണമെന്നും പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടി. എറിയാട് AMUP സ്കൂൾ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ വിദ്യാഭ്യാസ, സാമൂഹിക മേഖലകളിൽ സേവനമനുഷ്ഠിച്ചിരുന്ന പ്രൊഫസർ TA മുഹമ്മദിനെ അനുസ്മരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിന് താലൂക്ക് പ്രസിഡന്റ് PM മജീദ് അധ്യക്ഷത വഹിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് PA CD മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്വന്തം കാര്യങ്ങളും ഒപ്പം എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പെട്ടെന്ന് പോകേണ്ടതുമാണ്. അങ്ങയുടെ ക്ഷണം അനുസരിച്ചാണ് ചേർന്നത്. ഞാൻ കുറെ നാളുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു എനിക്കതിനോട് ഒരു 6-7 വർഷങ്ങളായിട്ട് ഇവിടെ ഈ വികലാംഗ അസോസിയേഷൻ എന്നുള്ള പേര് മാറ്റണം. മനുഷ്യൻ മനഃപൂർവ്വം വികലമാക്കുന്നതാണ് വികലാംഗം എന്ന് പറയുന്നത്. അതല്ല, ജന്മന അവിടെ ആരുടെയും കുറ്റമല്ലാതെ നിർഭാഗ്യവശാൽ ദൈവം പരീക്ഷണാർത്ഥം സൃഷ്ടിച്ച വ്യക്തിത്വ പ്രതിഭാസങ്ങളാണ് ഭിന്നശേഷിക്കാർ. അവരുടെ നാമധേയം ആ രീതിയിലാക്കുക, സംഘടനയുടെ നാമധേയം വികലാംഗ അസോസിയേഷൻ എന്നുള്ള പേരിലെ വൈകല്യം മനസ്സിലാക്കിക്കൊണ്ട് ശരിയായ രീതിയിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഭിന്നശേഷി അസോസിയേഷൻ എന്ന് പേരിടുക മാത്രമല്ല, പരിശ്രമ ഫലമായിട്ട് അദ്ദേഹം ആ പേര് തൃശ്ശൂരിൽ പോയി രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഭിന്നശേഷി കൂട്ടായ്മ. അപ്പൊ അതിനെ പുറത്തേക്ക് ആക്കി കൊടുക്കണം. കാരണം അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം, ശുഭാപ്തിവിശ്വാസം, ആത്മാർത്ഥത, നിഷ്കാമകർമ്മം അവയെല്ലാം തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഭിന്നശേഷിക്കാര് അവർക്ക് അല്പസ്വല്പമൊക്കെ ശാരീരികമായിട്ടുള്ള വെല്ലുവിളികളുണ്ടെങ്കിലും അവരുടെ ശേഷികളെല്ലാം ഭിന്നമാണ്. ദൈവം അവർക്ക് നൽകിയിട്ടുള്ള ശേഷി ഭിന്നമാണ്. 30 കൊല്ലത്തോളം അധ്യാപനമായിട്ട് എനിക്ക് അറിയാം. ഒരുപാട് ഭിന്നശേഷിക്കാരായിട്ട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. കാഴ്ചശക്തിയുള്ള നല്ല കാഴ്ചശക്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി CP മത്തായി മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ആശാ സണ്ണി, ശ്രീലത, ജമീല, സബീറ എന്നിവർ പ്രസംഗിച്ചു. ധീര കർഷക അവാർഡ് ജേതാവ് മണ്ണാന്തര അബ്ദുൾ റഹീമിനെ സമ്മേളനത്തിൽ ആദരിച്ചു. പുതിയ നേതൃത്വമായി ശ്രീലതയെ എറിയാട് യൂണിറ്റ് പ്രസിഡന്റായി, സാബിറയെ ജനറൽ സെക്രട്ടറിയായി, ആശാ സണ്ണിയെ ഖജാൻജിയായി തിരഞ്ഞെടുത്തു.